ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ പുതിയൊരു ദശകത്തിലേക്ക് കടക്കുകയാണ്. ദശകം 32, ഭഗവാന്റെ മത്സ്യാവതാരത്തെ വർണ്ണിക്കുന്ന ദശകമാണിത്. ഇതിൻ്റെ ട്യൂണ് ഏവമാണ്, 6ാമത്തെ ദശകത്തിൻ്റെ ട്യൂണാണ്. നമുക്ക് ആദ്യത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. പുരാ ഹയഗ്രീവ മഹാസുരേണ ഷഷ്ഠാന്തരാന്തോദ്യതകാണ്ഡകൽപേ നിദ്രോന്മുഖബ്രഹ്മമുഖാധൃതേഷു വേദേഷ്വധിൽസ കില മത്സ്യരൂപം. പുരാ ഹയഗ്രീവ മഹാസുരേണ. പുരാ പണ്ട് ഹയഗ്രീവ മഹാ അസുരേണ, ഹയഗ്രീവൻ എന്നു പേരുള്ള ഒരു മഹാ അസുരനാൽ ഷഷ്ഠാന്തരാന്തോദ്യതകാണ്ഡകൽപേ, ഷഷ്ഠ അന്തര 6ാമത്തെ മന്വന്തരത്തിൻ്റെ, അതായത് ചാക്ഷുഷ മന്വന്തരത്തിൻ്റെ അന്തോദ്യത അവസാനത്തിൽ, അതിൻ്റെ അവസാന ഭാഗത്തിൽ, കാണ്ഡകൽപേ ആ നൈമിത്തിക പ്രളയ സമയത്ത്, നമുക്കറിയാം ഓരോ കൽപ്പവും കഴിയുമ്പോൾ ഇവിടെ മഹാപ്രളയങ്ങളുണ്ടാകും, നൈമിത്തിക പ്രളയമുണ്ടാകും. അങ്ങനെ ആ 6ാമത്തെ മന്വന്തരമായിട്ടുള്ള ചാക്ഷുഷ മന്വന്തരത്തിൻ്റെ അവസാനത്തിൽ ഇവിടെ നൈമിത്തിക പ്രളയമുണ്ടായപ്പോൾ നിദ്രോന്മുഖ ബ്രഹ്മമുഖാധൃതേഷു, നിദ്രോന്മുഖ ബ്രഹ്മമുഖാത് ഹൃതേഷു ആണ്, 2 വാക്കുകളുണ്ട് അവിടെ. നിദ്രോന്മുഖ എന്ന് പറഞ്ഞാൽ ഉറങ്ങാനായിട്ട് തുടങ്ങിക്കൊണ്ടിരുന്ന, ഉറക്കം കണ്ണുകളിൽ കൂടുകൂട്ടി തുടങ്ങിയ ബ്രഹ്മമുഖാത്, ആ ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്ന, ഹൃതേഷു എന്ന് പറഞ്ഞാൽ ഹരിച്ചുകൊണ്ടുപോയ, അപഹരിച്ചുകൊണ്ടുപോയപ്പോൾ എന്ത്, വേദേഷ്വധിൽസ, വേദേഷു അധിത്സ ആണ്, വേദേഷ്വധിൽസ. വേദേഷു 4 വേദങ്ങളും അപഹരിക്കപ്പെട്ടുകൊണ്ടുപോയപ്പോൾ, ആരാല, ഹയഗ്രീവൻ എന്ന മഹാ അസുരനാൽ അപഹരിക്കപ്പെട്ടുകൊണ്ടുപോയപ്പോൾ, അധിത്സ കില മത്സ്യരൂപം. അധിത്സ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു രൂപം എടുത്തുവല്ലോ, രൂപത്തെ സ്വീകരിച്ചുവല്ലോ. എന്ത് രൂപം? മത്സ്യരൂപം. ഒരു മത്സ്യത്തിൻ്റെ രൂപം എടുത്തുകൊണ്ട് അങ്ങ് വരേണ്ടി വന്നുവല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു രൂപത്തെ അവിടുന്ന് സ്വീകരിച്ചുവല്ലോ ഭഗവാനെ. എന്തിനു വേണ്ടി? ആ ഹയഗ്രീവൻ എന്ന മഹാ അസുരൻ്റെ കയ്യിൽ നിന്നും അപഹരിച്ചു കൊണ്ടുപോയ ഈ 4 വേദങ്ങളെയും വീണ്ടെടുക്കാൻ. ഈ 4 വേദങ്ങൾ എവിടെയുള്ളത്? ബ്രഹ്മാവിൻ്റെ കയ്യിൽ. അതേസമയം ഈ വേദങ്ങൾ, അതും പറയട്ടെ, 4 വേദങ്ങൾ എന്ന് പറയുന്നത് വ്യാസഭഗവാൻ അതിനെ വ്യസിച്ചതിന് ശേഷമാണ് അത് 4 വേദങ്ങളായത്. ഇല്ലെങ്കിൽ വേദം എന്ന് ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അറിവിൻ്റെ പൂർണ്ണതയാണ് വേദം എന്ന് പറയുന്നത്. എല്ലാ അറിവിൻ്റെയും ഏറ്റവും ശ്രേഷ്ഠമായ ആ ഒരു ഉത്തുംഗ കാഷ്ഠയിലുള്ളത് യാതൊരു അറിവാണോ, അതാണ് വേദം എന്ന് പറയുന്നത്. ആ വേദത്തെ ഹയഗ്രീവൻ എന്ന് പറയുന്ന ഒരു മഹാ അസുരൻ അപഹരിച്ചു കൊണ്ടുപോയല്ലോ. ഓരോ മന്വന്തരത്തിൻ്റെയും അവസാനത്തിൽ ഉണ്ടാകുന്ന നൈമിത്തിക പ്രളയം പോലെ 6ാമത്തെ മന്വന്തരമായ ചാക്ഷുഷ മന്വന്തരത്തിൻ്റെ അവസാനവും മഹാപ്രളയം അഥവാ നൈമിത്തിക പ്രളയം ഉണ്ടായ സമയത്ത് വീണ്ടും ഇനി ആ മന്വന്തരം കഴിഞ്ഞ് അടുത്ത മന്വന്തരത്തിലേക്ക് കടക്കുമ്പോഴാണ് സൃഷ്ടികർമ്മത്തിലേക്ക് വീണ്ടും ഏർപ്പെടേണ്ടത്. ആ സമയത്ത് ബ്രഹ്മാവിൻ്റെ കണ്ണുകളിലേക്ക് നിദ്രാദേവി പതിയെ പതിയെ കൂടുകൂട്ടി തുടങ്ങിയപ്പോൾ, ബ്രഹ്മാവിന് ആ ഉറക്കത്തിലേക്കൊന്ന് വഴുതി വീഴാൻ തുടങ്ങിയ സമയത്താണ് ഈ ഹയഗ്രീവൻ എന്ന് പറയുന്ന മഹാ അസുരൻ വന്ന് വേദത്തെ അപഹരിച്ചു കൊണ്ടുപോയത്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. പുരാ ഹയഗ്രീവ മഹാസുരേണ ഷഷ്ഠാന്തരാന്തോദ്യതകാണ്ഡകൽപേ നിദ്രോന്മുഖ ബ്രഹ്മമുഖാധൃതേഷു
വേദേഷ്വധിൽസഃ കില മത്സ്യരൂപം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഷഷ്ഠാന്തരാന്തോദ്യത കാണ്ഡകൽപ്പേ, അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. അതുപോലെ നിദ്രോന്മുഖ ബ്രഹ്മമുഖാധൃതേഷു, അതും ചേർത്ത് തന്നെ വായിക്കുക. നിദ്രോന്മുഖ ബ്രഹ്മമുഖാത് ഹൃതേഷു, പദം പിരിക്കണ്ട. നമുക്കത് ചെറിയ വാക്കുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ ചേർത്ത് വായിക്കാൻ എളുപ്പമാകും എന്നുള്ളത് കൊണ്ട് പറഞ്ഞതാണ്. പിന്നെ അടുത്തത് വേദേഷു അധിൽസ. വേദേഷു അധിത്സ ആണ്. അവിടെ ശ്വ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് വായിക്കുക. അവിടെ വിസർഗവുമുണ്ട്, അപ്പോൾ അവിടെ പകുതി ഹകാരത്തിൽ വായിക്കുകയും വേണം. ഇനി അടുത്തത് രണ്ടാമത്തെ ശ്ലോകമാണ്. സത്യവ്രതസ്യ ദ്രമിളാധിഭർത്തുർനദീജലേ തർപ്പയതസ്തദാനീം കരാഞ്ജലൗ സഞ്ജ്വലിതാകൃതിസ്ത്വം അദൃശ്യഥാ കശ്ചന ബാലമീനഃ. ഇവിടെ ഈ ഒരു ശ്ലോകത്തിലാണ് ഭഗവാന്റെ മത്സ്യാവതാരം പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ സർവത്രയുണ്ട്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഹരി ഗോവിന്ദ. സത്യവ്രതസ്യ, ആ സത്യവ്രതൻ എന്ന് പറയുന്ന അതാരാണെന്നാണ് അടുത്ത പറയുന്നത്. ദ്രമിളാധിഭർത്തുർ, ദ്രവിഡ രാജ്യത്തിൻ്റെ ഭർത്തുഹു, നാഥനാണ്, അല്ലെങ്കിൽ രാജാവാണ്. ദ്രവിഡ രാജ്യത്തിൻ്റെ രാജാവായിട്ടുള്ള സത്യവ്രതൻ എന്ന മഹാരാജാവിൻ്റെ നദീജലത്തിൽ, ഘൃതമാല എന്ന് പറയുന്ന നദിയിൽ രാജാവ് തൻ്റെ പതിവുള്ള സന്ധ്യാവന്ദനങ്ങൾക്കായി എത്തിയപ്പോഴാണ് ഈ പറയുന്ന സംഭവമൊക്കെ നടക്കുന്നത്. അങ്ങനെ ആ ഘൃതമാല നദിയിൽ തർപ്പയതസ്തദാനീം, തർപ്പയതഃ തദാനീം, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ്. തർപ്പയതസ്തദാനീം. തർപ്പയതഃ, സന്ധ്യാതർപ്പണം ചെയ്തുകൊണ്ടിരുന്ന ആ ദ്രമിള രാജ്യത്തെ രാജാവായിരുന്ന സത്യവ്രത മഹാരാജാവിൻ്റെ തദാനീം, അപ്പോൾ കരാഞ്ജലവും, ആ കൈക്കുമ്പിളിലേക്ക് തർപ്പണം ചെയ്യുമ്പോൾ നമുക്കറിയാം കൈക്കുമ്പിളിലേക്ക് എടുത്തിട്ടാണ് തർപ്പണം ചെയ്യുക. ആ കൈക്കുമ്പിളിലേക്ക് സഞ്ജ്വലിതാകൃതി സ്ത്വം അദൃശ്യത. സഞ്ജ്വലിതാകൃതി, വളരെ ഉജ്ജ്വലമായ മിന്നിത്തിളങ്ങുന്നതായിട്ടുള്ള ആകൃതിയോട് കൂടിയ ത്വം അദൃശ്യത, ത്വം അല്ലയോ ഭഗവാനെ, അവിടുന്ന് അദൃശ്യത കാണപ്പെട്ടുവല്ലോ. അപ്പോൾ ഭഗവാൻ തന്നെയാണ് ഇവിടെ ഈ സത്യവ്രത മഹാരാജാവിൻ്റെ കൈകളിലേക്ക് വന്നത്. എങ്ങനെയെന്നാൽ കശ്ചന ബാലമീനഃ, ഒരു ബാലമീനഃ, ഒരു ചെറിയൊരു മത്സ്യത്തിൻ്റെ രൂപത്തിൽ, ഒരു കുഞ്ഞു മത്സ്യമായിട്ട് ആ സത്യവ്രത മഹാരാജാവിൻ്റെ കൈകളിലേക്ക് അങ്ങ് വന്നുവല്ലോ, അങ്ങേ കാണപ്പെട്ടുവല്ലോ ആ മഹാരാജാവിന്. ഘൃതമാല നദിയിൽ സ്ഥിരമായി താൻ സന്ധ്യാതർപ്പണം ചെയ്യാൻ പോകുന്ന ആ നദിയിൽ അന്നും പതിവ് പോലെ സത്യവ്രത മഹാരാജാവ് സന്ധ്യാതർപ്പണം ചെയ്യാനായി പോയപ്പോൾ തൻ്റെ കൈക്കുമ്പിളിലേക്ക് എടുത്ത ആ ജലത്തിനുള്ളിൽ മിന്നിത്തിളങ്ങുന്ന ഒരു കുഞ്ഞൊരു മത്സ്യത്തെ കാണുവാനിടയായി സത്യവ്രത മഹാരാജാവ്. അതുവരെ താൻ എന്നും ആ നദിയിൽ വന്നിട്ട് സന്ധ്യാതർപ്പണം ചെയ്യുന്നുണ്ട്. പക്ഷെ അന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കുഞ്ഞു മീന് തൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നതും, തന്നെയല്ല തർപ്പണം ചെയ്യാനെടുത്ത ജലത്തിലാണ് ഈ കുഞ്ഞു മീനിനെ കാണുന്നതും. അത്യധികം ആശ്ചര്യമായി ആ സത്യവ്രത മഹാരാജാവിന്. ഏതായാലും ഭഗവാൻ അങ്ങനെ അടുത്ത ലീലയ്ക്കുള്ള
ഒരുക്കമായി ഒരു കുഞ്ഞു മീനായിട്ട്, അതും ഇനി നമുക്ക് അങ്ങോട്ട് പോകെ പോകെ കാണാം, അർഹിക്കുന്ന കരങ്ങളിലേക്ക് തന്നെയാണ് ഭഗവാനെ അവിടുന്ന് ആ മത്സ്യരൂപത്തിൽ എത്തിച്ചേർന്നത് എന്ന് നമുക്ക് കാണാം. സജ്ജനങ്ങളുടെ അടുത്തേക്ക് ഭഗവാൻ സജ്ജനങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ എത്തിച്ചേരും. അവരെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി തൻ്റെ സാന്നിധ്യം കൊണ്ട്, തൻ്റെ സാമീപ്യം കൊണ്ട് അവരെ ധന്യരാക്കുന്നതിന് വേണ്ടി ഭഗവാൻ എത്തിച്ചേരും. മറ്റുള്ള അസുരന്മാരൊക്കെ ഭഗവാനിങ്കിലേക്ക് ഓടിയെത്താൻ നോക്കുമ്പോൾ ഭഗവാനാകട്ടെ സജ്ജനങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്തുവാനാണ് വെമ്പൽ കൊള്ളുന്നത്. ഇവിടെയും അതുപോലെ ഒരു സജ്ജനമാണ് ഈ സത്യവ്രതൻ എന്ന് പറയുന്ന രാജാവ്. രാജാവിൻ്റെ അടുത്തേക്ക് ഭഗവാൻ കൈക്കുമ്പിളിലേക്ക് വന്നിരിക്കുകയാണ്. ഭഗവാനെ അങ്ങനെ കോരിയെടുക്കാനുള്ള ഒരു മഹാഭാഗ്യമാണ് ആ സത്യവ്രത മഹാരാജാവിന് കിട്ടിയത്. നമുക്കറിയാം, ഗോകുലവാസികൾക്കൊക്കെ ഭഗവാനെ എടുത്തുകൊണ്ട് നടക്കുവാനുള്ള ഭാഗ്യം കിട്ടിയെങ്കിൽ അത് ഗോകുലവാസികൾക്ക് മാത്രമല്ല, നമ്മൾ പല അസുരന്മാരുടെ കാര്യം പറഞ്ഞു, തൃണാവർത്തനായാലും പൂതനയായാലും അവർക്കൊക്കെ ആ ഉണ്ണിയെ ഒന്ന് വാരിയെടുക്കുവാനുള്ള ഒരു ഭാഗ്യം കിട്ടി. ഇവിടെ സത്യവ്രതൻ എന്ന മഹാരാജാവിന് ഒരു കുഞ്ഞു മീനായി വന്ന ഭഗവാനെ തൻ്റെ കൈക്കുമ്പിളിൽ വാരിയെടുക്കുവാനുള്ള മഹാഭാഗ്യം കിട്ടി. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. സത്യവ്രതസ്യ ദ്രമിളാധിഭർത്തുർനദീജലേ തർപ്പയതസ്തദാനീം കരാഞ്ജലൗ സഞ്ജ്വലിതാകൃതിസ്ത്വമദൃശ്യഥാ കശ്ചന ബാലമീനഃ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ദ്രമിളാധിഭർത്തുർനദീജലേ, അവിടെ അതങ്ങനെ ചേർത്തെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ദ്രമിളാധിഭർത്തു എന്ന് അവിടെ ഒരു വിസർഗം കൊടുത്ത് നിർത്തിക്കൊണ്ട് നദീജലേ എന്നെടുക്കാം. ഇനി അതല്ല ചേർത്താണ് വായിക്കുന്നതെങ്കിൽ നാ കൂട്ടക്ഷരമാണ്, ശ്രദ്ധിച്ച് വായിക്കുക. പിന്നെ തർപ്പയത തദാനീം, അതും ശ്രദ്ധിക്കുക, സ ജോയിൻ ചെയ്യാൻ വന്നതാണ്, പദം പിരിക്കണ്ട. പിന്നെ സഞ്ജ്വലിതാകൃതിസ്ത്വമദൃശ്യഥ, അവിടെ കഴിയുന്നതും ചേർത്ത് വായിക്കുക. ഇനി നമ്മൾ വായിച്ചു വരുമ്പോൾ ചേർത്തെടുക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ത്വം എന്നവിടെ കൊടുക്കുക. സഞ്ജ്വലിതാകൃതിസ്ത്വം എന്ന് കൊടുത്തിട്ട് താഴെ അദൃശ്യഥ എന്ന് എടുക്കാവുന്നതാണ്. അതല്ല ചേർത്ത് വായിക്കാൻ കഴിഞ്ഞാൽ സഞ്ജ്വലിതാകൃതിസ്ത്വം അദൃശ്യഥ, അവിടെ ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട്, അത് ശ്രദ്ധിക്കണം. മായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുകയും വേണം. അതേപോലെ തന്നെ സഞ്ജ്വലിത ആകൃതിയാണ്, സഞ്ജ്വലിതാകൃതി, അവിടെയും ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് ബാലമീന, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ ഒന്ന് നമ്മൾ പറഞ്ഞു സർവത്രയുണ്ട്, ഭഗവാന്റെ മത്സ്യാവതാരമാണ്, അതും ശ്രദ്ധിക്കുക. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഹരി ഗോവിന്ദ. ഇനി അടുത്തത് മൂന്നാമത്തെ ശ്ലോകമാണ്. ഭഗവാൻ അനുഗ്രഹിച്ചാൽ അത് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.